മിശിഹായിൽ പ്രിയപ്പെട്ടവരെ, ഷെൻസ്റ്റാട്ട് തൂതിലേക്ക് സ്വാഗതം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം അധ്യായം 7, 37 മുതൽ 39 വരെയുള്ള തിരുവചനങ്ങൾ. തിരുനാളിൻ്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു, ആർക്കെങ്കിലും ദാഹിക്കുന്നുവെങ്കിൽ അവൻ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവനിത് പറഞ്ഞത് തന്നിൽ വിശ്വസിക്കുന്നത് സ്വീകരിക്കാനിരിക്കുന്ന ആത്മാവിനെ പറ്റിയാണ്. അതുവരെയും ആത്മാവ് നൽകപ്പെട്ടിട്ടില്ലായിരുന്നു, എന്തെന്നാൽ യേശു അതുവരെയും മഹത്വീകരിക്കപ്പെട്ടിരുന്നില്ല. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഈശോ പറയുകയാണ്, തന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും തിരുലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. എത്രയോ മനോഹരമാണ് ഈശോയുടെ ഈ സുവിശേഷ ഭാഗം. അവനിൽ വിശ്വസിക്കുന്നവന് കർത്താവ് നൽകുന്ന കൃപയെക്കുറിച്ചാണ്. അവനൊരു അനുഗ്രഹമായി തീരും എന്ന് പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കർത്താവ് പറയുന്നുണ്ട്. അത് അബ്രാഹത്തെക്കുറിച്ചാണ്. നീ ഒരു അനുഗ്രഹമായി തീരും. നീ ശപിക്കുന്നവനെ ഞാൻ ശപിക്കും, നീ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും, നീ അനുഗ്രഹമായി തീരും. ഈശോ എന്ന് പറയുകയാണ്, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകും. അവൻ അനുഗ്രഹം പ്രദാനം ചെയ്യുന്ന വ്യക്തിയായി മാറും. അവനിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ നീരുറവ മറ്റുള്ളവരിലേക്ക് എത്തിച്ചേരും. കർത്താവിൽ വിശ്വസിക്കുന്ന വ്യക്തിക്ക് ഉണ്ടാകുന്ന ഏറ്റവും മനോഹരമായ, ഏറ്റവും ഹൃദയസ്പർശിയായിട്ടുള്ള അനുഭവമാണ് കർത്താവ് അവനിലൂടെ പ്രവർത്തിക്കുന്നു, അവനെ കർത്താവ് അനുഗ്രഹമാക്കി മാറ്റുന്നു. ഇത് നമുക്ക് നൽകുന്ന സന്ദേശം, നമ്മളെല്ലാവരും ഈശോയിൽ വിശ്വസിക്കുന്നവരാണ്. നമ്മളെല്ലാവരെയും ഈശോ ക്ഷണിക്കുകയാണ് നമ്മുടെ ഹൃദയത്തിൽ നിന്നും ധാരാളം അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് നൽകാനായിട്ട്, മറ്റുള്ളവരിലേക്ക് അനുഗ്രഹങ്ങൾ ചൊരിയാനായിട്ട്. നമുക്ക് ഇന്നേ ദിവസം പ്രായോഗികമായിട്ട് 2 തീരുമാനമെടുക്കാം. ഒന്ന്, നമുക്ക് ഹൃദയത്തിൽ വിശ്വസിക്കാം. അതുവഴിയായിട്ട് നമ്മുടെ ഹൃദയത്തിൽ നിന്നും അനുഗ്രഹത്തിൻ്റെ നീരുറവകൾ മറ്റുള്ളവരിലേക്ക് കടന്നു വരട്ടെ. രണ്ടാമതായിട്ട്, നമ്മെ തന്നെ വിശ്വസിക്കാം. നമ്മളൊരു അനുഗ്രഹമാണ്, മറ്റുള്ളവർക്ക് അനുഗ്രഹമായി തീരാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകട്ടെ. പ്രസാദപരനാഥ നമ്മെ സഹായിക്കട്ടെ. ഈശോ നമ്മെ അനുഗ്രഹിക്കട്ടെ.